രാജ്യത്ത് ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ ജൂൺ 22 വരെയാണ് നിയന്ത്രണം. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് കേന്ദ്ര IT മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ NTA സമീപിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുടെ പ്രധാന ഉറവിടം ടെലഗ്രാം എന്ന് കണ്ടെത്തിയതോടെയാണ് താൽക്കാലിക നിയന്ത്രണം. നീറ്റ് പുനഃപരീക്ഷാ നടപടികൾ പൂർത്തിയാകുന്ന ജൂൺ 22 വരെയാണ് നിയന്ത്രണം. മെസ്സേജ് എഡിറ്റിംഗ് സംവിധാനം ജൂൺ 30 വരെയും പ്രവർത്തനരഹിതമാക്കി. പേപ്പർ ചോർന്നുവെന്ന് സംശയിക്കുന്ന നിരവധി ടെലഗ്രാം ബോട്ടുകളും നീക്കം ചെയ്തതായി കേന്ദ്ര IT മന്ത്രാലയം അറിയിച്ചു. പേപ്പർ ലീക്ക് എന്ന പേരിൽ പ്രവർത്തിച്ച നിരവധി ചാനലുകളും അടച്ചുപൂട്ടി. പരീക്ഷയുടെ സുതാര്യതയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. കേന്ദ്ര നടപടിയെ NTA സ്വാഗതം ചെയ്തു. പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യപേപ്പർ ലഭിക്കുമെന്ന സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വാഗ്ദാനം തെറ്റാണെന്നും NTA അറിയിച്ചു. ഇതിനിടെ പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയെത്തി. ചില കേന്ദ്രങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി പുനഃപരീക്ഷ നടത്തരുതെന്നാണ് ഡോക്ടർ മംഗള കോഹ്ലി സമർപ്പിച്ച ഹർജിയിലെ വാദം. പുനഃപരീക്ഷ 1 മാസം കൂടി നീട്ടണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും രംഗത്തെത്തി. വേഗത്തിൽ പ്രഖ്യാപിച്ച പരീക്ഷയ്ക്ക് തയ്യാറാകാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ലെന്നാണ് പരാതി. അതേസമയം പരീക്ഷ നടത്തിപ്പിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗം ഇന്ന് ചേരും. മീഡിയ 1, ഡൽഹി.